കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാവരും കുറ്റപ്പെടുത്തുന്നതിൽ മനന്നൊന്ന് തുളസിക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരുമായിരുന്നു. അവളെ അന്വേഷിച്ച് തീ പിടിച്ച മനസ്സുമായി ആദ്യക്കിങ്ങനെ ഓടേണ്ടി വരുമായിരുന്നു. ഈ കുടുംബത്തിന്റെ നാശം പൂർണ്ണമായല്ലോ എന്നോർത്ത് എനിക്കിങ്ങനെ ഉള്ളുരുക്കി കരയേണ്ടി വരുമായിരുന്നു. ഞാൻ എന്റെ വഴിക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എവിടെ പോയി അന്വേഷിക്കാനാ? അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ അവൾക്ക്? അച്ഛന് വെറുതെ തോന്നിയതായിരിക്കും. തുളസിക്ക് അബദ്ധമൊന്നും ചെയ്യാൻ തോന്നരുതേ. ഇതിനു മുമ്പ് പിണങ്ങിപ്പോയപ്പോ കൂട്ടുകാരി ദീപയുടെ വീട്ടിൽ അവൾ പോയത്. അവിടെ പോയെന്ന് നോക്കാം. തുളസിയില്ലത്. തുളസി! ആദി കഴിഞ്ഞ രാത്രി ഇവിടുന്ന് പോയതാ. ഈ നേരമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. എന്നെ ഫോൺ വിളിച്ചിട്ടുമില്ല. എനിക്കവനെ വിളിച്ചു ചോദിക്കാനുള്ള ധൈര്യമില്ലടോ. അവന് പറയാനുള്ളത് എങ്ങാനും ഒരു ദുരന്ത വാർത്തയാണെങ്കിലോ. താൻ ഭാഗ്യം ചെയ്ത ആളാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കിങ്ങനെ നിർവികാരമായിട്ട് കിടന്നാൽ മതിയല്ലോ. ദൈവങ്ങള് തന്നോട് ദയ കാണിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ഇരുന്ന ഇരിപ്പുറയ്ക്കുന്നില്ല. കിടന്ന എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നുക. ഒരുപിടി ആഹാരം വാരി വായിൽ വെച്ച തൊണ്ടയിൽ ഇറങ്ങുന്നില്ല. എനിക്കും തന്നെ പോലെ ആവണോടോ. എന്ത് സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും ഇങ്ങനെ ഒന്നും ബാധിക്കാതെ കിടക്കാൻ കഴിയണം. ആദ്യം ഒന്നും തോന്നുന്നു. നല്ല വാർത്തയൊന്നും അവന് പറയാനുണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഇടനെഞ്ചു പൊട്ടിയായിരിക്കും അവൻ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നത്. ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, കരയാൻ പാടില്ല അല്ലടോ. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത പോലും ഒട്ടും കുലുങ്ങാതെ കേൾക്കണം ഒരു പോലീസുകാരൻ. ഞാനിപ്പോ വരാം. സാറേ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഫോണിൽ വിളിച്ച് അറിയിക്കാൻ മനസ്സ് വന്നില്ല. സാറിനെ നേരിട്ട് വന്ന് അറിയിക്കണം തോന്നി. സാറിൻ്റെ മകൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു? ട്രെയിനിന് മുന്നിൽ ചാടിയോ അതോ വിഷം കഴിച്ചോ? പുഴയിൽ ചാടുകയായിരുന്നു.
എവിടുന്ന്? കണ്ണാടിപ്പാലത്തിന്റെ അടുത്തുനിന്ന്. ബോഡി കിട്ടിയ? ഇല്ല സാർ, തിരച്ചിൽ തുടരുക. കണ്ണാടിപ്പാലത്തിന്റെ അടുത്തുനിന്ന് ഇതിനു മുമ്പും പലരും ചാടിയിട്ടുണ്ട്. അത് ആ കിഴക്കേ കടവില ബോഡി അടിയ. അവിടെ പോയി തിരയാൻ പറയും. സാർ, ആ കുട്ടി ഇത് ചെയ്യുമെന്ന് സാറിന് നേരത്തെ അറിയായിരുന്നോ? പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിക്കാനുള്ള ധൈര്യമില്ലല്ലോ ഇന്നത്തെ കുട്ടികൾക്ക്. തോൽപ്പിക്കാനല്ല, തോറ്റുകൊടുക്കാനാ ഇഷ്ടം. അവൾ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് എന്റെ മനസ്സ് പറഞ്ഞതാ. വയ്യാതെ കിടക്കുന്ന എന്റെ ഭാര്യയെ തനിച്ചാക്കി അവളെ തടുപ്പാൻ കഴിയും എനിക്ക്. അതുകൊണ്ട് ലോക്കൽ സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞതാ, തുളസി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ഓർഡർ കൊടുത്ത. പക്ഷേ അപായം നടന്നു കഴിഞ്ഞാൽ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. അവരാ പോലീസ് സേനയുടെ ശാപവും. സാറിന്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വികാരം അല്ലടോ, ഗതികേട്. എന്നെയും തന്നെയും പോലുള്ള പോലീസുകാരുടെ ഗതികേട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണവാർത്ത പോലും ഒരു കൂസലും ഇല്ലാതെ കേട്ടു നിൽക്കണം. കൺമുന്നിൽ ജീവനില്ലാതെ കിടക്കുന്നത് സ്വന്തം പ്രാണന്റെ ഭാഗമാണെങ്കിൽ പോലും അത് വെറും ഡെഡ് ബോഡിയാ നമ്മൾ പോലീസുകാർക്ക്. ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സാഗ്രഹിക്കുമ്പോൾ പോലും നിർവികാരതയോടെ ഇൻക്വസ്റ്റ് ചെയ്യണം, മഹസർ തയ്യാറാക്കണം. പോലീസുകാരന്റെ ഗതികേടാടോ അത്. തുളസിയുടെ ഭർത്താവ് ആദി അവളെ തെരഞ്ഞു പോയതാ കഴിഞ്ഞ രാത്രി. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴും അവളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. ജീവനോട് അവളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ. ഇല്ല സർ, ആദിത്യന്റെ കൺമുന്നിൽ വെച്ചാ ആ കുട്ടി പുഴയിൽ ചാടിയത്. സ്റ്റേഷനെ ഇൻഫോം ചെയ്തത് ആദിത്യൻ തന്നെയാ. അവനിപ്പോ എവിടെയാ? പുഴയുടെ അരിയിൽ തന്നെ നിൽക്കുക. ഇങ്ങോട്ട് വരാൻ ഞാൻ കുറെ നിർബന്ധിച്ചു. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ഒറ്റ നിപ്പ അവിടെ. പുഴയിൽ നിന്ന് തുളസി ജീവനോടെ കയറി വരുന്ന പ്രതീക്ഷയുള്ളതുപോലെ. തുളസിയെ പുഴയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ അവന് കഴിയില്ല. ഒരേ ദിവസം ജനിച്ചവരാ, ഒരുമിച്ച് വളർന്നവർ. പണ്ടേ മനസ്സുകൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടവർ. തുളസിയെ പുഴയിൽ തനിച്ചാക്കി അവനെങ്ങനെ മടങ്ങും? സാർ, കരയില്ലേ സാർ? ഹേ, ഇതതിന് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, എന്റെ വീടല്ലേ. ഞാൻ യൂണിഫോമിലും അല്ല. എന്റെ മോളാടോ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞോട്ടോ? സോറി, താൻ പോയിക്കോ.
അതി അച്ഛാ, എന്റെ കൺമുന്നിൽ വെച്ച തുളസിയെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നത്. അവൾ എന്റെ വിളി കേട്ടിട്ടുണ്ടാവും. എന്നിട്ടും ഞാൻ എത്തുന്നതിന് മുമ്പ് എനിക്ക് തടയാൻ കഴിഞ്ഞില്ല അച്ഛാ. ഞാൻ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അത് സത്യം തന്നെയാ. അതിനർത്ഥം എനിക്ക് അവളോട് സ്നേഹമില്ലെന്നാണോ? അച്ഛനും അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛന്റെ മനസ്സിൽ അല്പമെങ്കിലും ഇഷ്ടക്കേട് അവളോടുണ്ടോ? മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അച്ഛനന്മാര് വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും. അത് ഇഷ്ടക്കേട് കൊണ്ടാണോ? അവരവരുടെ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ? അത് തന്നെയാ ഞാനും പറയുന്നത്. വീട് വിട്ട് പോകുന്നതിന് മുമ്പ് പ്രിയാമ്മ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. എത്രമാത്രം വഴക്ക് പറഞ്ഞാലും തല്ലിയാൽ പോലും പ്രിയാമ്മയ്ക്ക് തുളസി പൊന്നു മോള് തന്നെയാ. അത് തുളസിക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ടും എല്ലാവരോടും അവൾ കണക്ക് തീർത്തത് എന്താ? ഇങ്ങനെ അവൾ അമ്മയോട് അല്പം ദയ കാണിച്ച തീരുന്ന പ്രശ്നമല്ലേ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ. അമ്മ അവളോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് അവൾ അംഗീകരിച്ചാൽ തന്നെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു. എന്നിട്ട് അവൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഈ പുഴയിൽ കാണാതായത് ഒരു ജീവനല്ല, 2 ജീവനുകൾ. തുളസിയുടെയും അവളുടെ ഉള്ളിലുണ്ടായിരുന്ന എന്റെ കുഞ്ഞിന്റെയും. എടാ, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ അവൾക്ക് തോന്നിയില്ല, വികാരം കൊണ്ട് ചിന്തിച്ചു. അതാ അവൾ ചെയ്ത ആദ്യത്തെ മണ്ടത്തരം. പെറ്റമ്മയല്ലേ, സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാത്ത കാലത്തല്ലേ തന്നോട് ക്രൂരമായി പെരുമാറിയത്. ഇപ്പൊ തന്നോട് സ്നേഹമല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ആ നിമിഷം തുളസിയുടെ മനസ്സിലുള്ള വൈരാഗ്യം അകന്നു പോവായിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അവൾ ചിന്തിച്ചത് എല്ലാവരും ദുർഗയുടെ പക്ഷത്ത് നിന്ന് അവളെ കുറ്റപ്പെടുത്തുന്നു. നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ ഈ പുഴയിലേക്കൊക്കെ എടുത്ത് ചാടുമ്പോ അവളെ പ്രസവിച്ച സ്ത്രീ അവശേഷിക്കുന്ന ഒരു തരി ശ്വാസമായിട്ട് മരണത്തോട് മല്ലിടുകയാണെന്ന് അവൾ ഓർത്തില്ല. അതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള വാശി കയറിയ ആൾക്കാരെന്തൊക്കെ ചെയ്യുന്ന പ്രവചിക്കാൻ കഴിയില്ല. നമ്മളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലായിരിക്കും അവൾ ഈ പുഴയിലേക്ക് എടുത്തു ചാടിയത്. ശരിയാ, തോറ്റുപോയി. ഞാനും നീയും തോറ്റുപോയി. അവളെ കൊണ്ട് ദുർഗ അമ്മയെന്നൊന്ന് വിളിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ തോറ്റുപോയി. എടാ, നീ കണ്ട സ്വപ്നം അതൊരിക്കലും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ ആകാശത്തിരിക്കുന്ന ആ മഹാവൈദ്യന്റെ കനിവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അല്ലെങ്കിൽ തുളസി നമ്മളെ തോൽപ്പിച്ചതുപോലെ വിധിയെ തോൽപ്പിക്കാൻ നമ്മളും ജീവിതം അവസാനിപ്പിക്കണം. അച്ഛാ, എടാ, നിവൃത്തികേടുകൊണ്ട് ചിന്തിച്ചു പോകുന്ന ഞാൻ. ആര് വിചാരിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ പുഴയിലെവിടെ മുങ്ങിക്കിടക്കുന്നത് എന്റെ മോള, എന്റെ ചോരയിൽ പിറന്ന എന്റെ സ്വന്തം മോള്. പക്ഷേ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ തന്നെ എന്റെ തീരുമാനം. കാരണം തോൽപ്പിക്കാൻ നടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മനസ്സ് കല്ലാക്കിയേ പറ്റൂ. നീ വാ, നമുക്ക് തിരിച്ചു വാ. ഞാനില്ല അച്ഛാ. എടോ, അവളി പുഴ ചാടിയ നേരം തൊട്ട് നീ നിൽക്കല്ലേ ഇവിടെ? മണിക്കൂർ എത്രയായി? നിനക്കിനി ചെയ്യാൻ 2 കാര്യങ്ങളേ ഉള്ളൂ മോനെ. പോലീസ് ബോഡി കണ്ടെടുത്ത അത് ഐഡന്റിഫൈ ചെയ്യാൻ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വിട്ടുകിട്ടുമ്പോ എടുത്തുകൊണ്ടുപോയി സംസ്കരിക്കുക. നീ നിന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ തുളസിക്ക് വേണ്ടി ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല നിനക്ക്.
ഇല്ല ചാ, എന്റെ തുളസി പുഴയിൽ നിന്ന് ജീവനോടെ കയറി വരുമെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അവളിവിടെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാ വരിക? അതീ അച്ഛൻ പൊയ്ക്കോ. അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാ എനിക്ക് ഇത്ര പോലും പിടിച്ചേക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ കരയുന്നുണ്ട്, അമ്മയുടെ ഉള്ളു പെടയില്ലേ? അതിനും നല്ലത് ഞാനിവിടെ തനിച്ചിരുന്ന് കരയുന്നതല്ലേ. അച്ഛൻ പൊയ്ക്കോ. പാലത്തിന് ചാടിയത് ACP കൃഷ്ണപ്രസാദിന്റെ മരുമകളാണല്ലേ? അതെ സർ. എന്നിട്ട് ബോഡി കിട്ടിയോ? ഇല്ല സർ. കണ്ണാടിപ്പാലത്ത് നിന്ന് ചാടിയ കിഴക്കേക്കടവിലെ ബോഡി പൊങ്ങുന്നത്. അവിടെ നോക്കി, ഇതുവരെയും ബോഡി പൊങ്ങിയിട്ടില്ല. ഇനി 3-ാം പക്കം നോക്കിയാൽ മതിയെന്നാ അവിടെ ഉള്ളവർ പറയുന്നത്. ഞാൻ തന്നെ വിളിപ്പിച്ചത് ഇത് ചോദിക്കാനല്ല. എന്താ സർ? പാലത്ത് നിന്ന് ചാടിയ കുട്ടി കൃഷ്ണപ്രസാദിന്റെ മരുമകൾ തന്നെയാണോ? അതെ സർ. കൃഷ്ണപ്രസാദ് സാറിന് ഒരു മകനേ ഉള്ളൂ, ആദിത്യൻ. ആദിത്യന്റെ ഭാര്യയാണ് തുളസി. നിങ്ങൾക്ക് തെറ്റുപറ്റിരിക്കുക. തുളസി കൃഷ്ണപ്രസാദിന്റെ മരുമകളല്ല, മകളാണ്. ആദിത്യ അയാളുടെ മകനുമല്ല, അനന്തരവനാണ്. അല്ല സർ, തെറ്റുപറ്റിയത് എനിക്കല്ല, സാറിനാണ്. കഴിഞ്ഞ മാസം വണ്ടിയിടിച്ച് മരിച്ച PC ജയശീലനില്ലേ, അദ്ദേഹത്തിന്റെ മകളാണ് തുളസി. കൃഷ്ണപ്രസാദ് സാറിന്റെ സഹോദരി പ്രിയയുടെ മകൾ. എങ്കിൽ എനിക്കൊരു അനോണിമസ് കോൾ വന്നു കഴിഞ്ഞ ദിവസം. വിളിച്ചതൊരു സ്ത്രീയാ. തുളസി കൃഷ്ണപ്രസാദിന്റെയും ദുർഗയുടെയും മകളാണെന്നുള്ളത് അവരാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. കൃഷ്ണപ്രസാദിന്റെ മകനെന്ന് ഇത്രയും കാലം എല്ലാവരും വിശ്വസിച്ചിരുന്ന ആദി യഥാർത്ഥത്തിൽ ജയശീലിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനാണ്. അവരുടെ മകളെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന തുളസി കൃഷ്ണപ്രസാദിന്റെയും ദുർഗയുടെ മകളാണ്. പിറന്നു വീണ ഉടനെ കുഞ്ഞുങ്ങളെ അവർ എക്സ്ചേഞ്ച് ചെയ്യുകയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വന്തം മക്കളെ അവർ എക്സ്ചേഞ്ച് ചെയ്തെന്നോ? എന്തിന്? കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. എന്ന് വെച്ചാൽ ACP കൃഷ്ണപ്രസാദ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. ഈ വിവരം അറിയിക്കാനാ ആ സ്ത്രീ എനിക്ക് ഫോൺ ചെയ്തത്. ഞാൻ എത്ര ചോദിച്ചിട്ടും അവരാരാണെന്നോ ഈ വിവരം എന്നെ വിളിച്ചറിയിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയോജനം എന്താണെന്നോ തുറന്നു പറയാൻ അവർ തയ്യാറല്ല. ആ സ്ത്രീ വിളിച്ച നമ്പറിന്റെ ഡീറ്റെയിൽ എടുക്കാം സർ. വേണ്ട, ഞാനെടുത്തു. 4 വർഷം മുമ്പ് മരണപ്പെട്ട ഏതോ ഒരു ഗോപാലകൃഷ്ണന്റെ പേരുള്ളതാ ആ നമ്പർ. അത് വെച്ച് ആ സ്ത്രീയെ കണ്ടെത്താൻ കഴിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സർ. ആ സ്ത്രീയുടെ പുറകെ പോകുന്നതിന് പകരം അവരെന്നോട് മറ്റു ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറകെ പോകാനാണ് എനിക്ക് താല്പര്യം. അത് പറയാനാ ഞാൻ തന്നോട് വരാൻ പറഞ്ഞത്. എന്താ സർ? ജയശീലിൻ്റെ മരണത്തിന് ശേഷം കൃഷ്ണപ്രസാദിന്റെ കുടുംബത്തിൽ വീണ്ടും ചില ദുരന്തങ്ങൾ നടന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോ അപകടം സംഭവിച്ച് കുറച്ചു ദിവസം ഹോസ്പിറ്റലായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അപകടമല്ല, ആത്മഹത്യാ ശ്രമം. അങ്ങനെയാണ് ഹോസ്പിറ്റൽ രേഖകളിലുള്ളത്. പക്ഷേ അതൊരു ആത്മഹത്യാ ശ്രമമല്ല, അതൊരു കൊലപാതക ശ്രമമാണെന്നാണ് എന്നെ വിളിച്ച സ്ത്രീ പറഞ്ഞത്. കൊലപാതക ശ്രമം? ACP കൃഷ്ണപ്രസാദ് സാറിന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നോ? ആര്? കേട്ടപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിയല്ലേ? ആ സ്ത്രീ പറഞ്ഞപ്പോൾ ഞാനും ഒരു നിമിഷം തരിച്ചിരുന്നു പോയി. കൃഷ്ണപ്രസാദ് സാറിന്റെ ഭാര്യയെ ആര് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാ ആ സ്ത്രീ പറഞ്ഞത്? അത് പറയാം. അതിനു മുമ്പ് ആ സ്ത്രീ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ തന്നോട് പറയാം. ഇനി ഞാൻ പറയുന്നത് കൂടുതൽ അവിശ്വസനമായി തനിക്ക് തോന്നും. എന്താ സാർ? തുളസിയുടെ മരണവും ആത്മഹത്യയല്ലത്രേ. കനകദുർഗയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആ ആൾ തന്നെയാണ് ഇതിന് പിന്നിലും. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത ആ സ്ത്രീ എന്തോ കടങ്കഥ പോലെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആ സ്ത്രീ തയ്യാറായില്ല, സത്യം തന്നെയാ. പക്ഷേ ആ സംഭവങ്ങളുടെയൊക്കെ പിറകിൽ ആരാണെന്ന് ആ സ്ത്രീ തുറന്നു പറഞ്ഞു. കൃഷ്ണപ്രസാദ് സാറിന്റെ മകളെയും ഭാര്യയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് ആ സ്ത്രീ പറഞ്ഞത്? കൃഷ്ണപ്രസാദ് തന്നെ. ആ സ്ത്രീക്ക് കൃഷ്ണപ്രസാദ് സാറിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടാവും. കൃഷ്ണപ്രസാദ് സാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണപ്രസാദ് സാറിനെ അറിയുന്ന ആരും ഇത് വിശ്വസിക്കില്ല. പക്ഷേ ആ സ്ത്രീ പറഞ്ഞതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും അറിയാത്ത അയാളുടെ കുടുംബ രഹസ്യം വരെ ആ സ്ത്രീ പറഞ്ഞില്ലേ? അന്വേഷണത്തിൽ അതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഒരു മരണം, അതും ഏതോ ഒരു അജ്ഞാത വാഹനം ഇടിച്ച്.
ആ വാഹനം ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കൃഷ്ണപ്രസാദിന്റെ സഹോദരി ഭർത്താവിന്റെ മരണം കഴിഞ്ഞിട്ട് മാസങ്ങൾക്കുള്ളിൽ അയാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. സഹോദരി അപ്രത്യക്ഷമാവുന്നു. മകൾ ആത്മഹത്യ ചെയ്യുന്നു. ഒരു മിസ്റ്റർ ഫീൽ ചെയ്യുന്നില്ല തനിക്ക്? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് സാർ. ആ സ്ത്രീ പറഞ്ഞതുപോലെ വിശ്വസ്തനായ പോലീസ് ഓഫീസറിന് എല്ലാവരും വിശ്വസിക്കുന്ന ACP കൃഷ്ണപ്രസാദിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കണം. ആ സ്ത്രീ പറഞ്ഞ സത്യമാണെങ്കിൽ അയാളൊരു അപകടകാരിയാണ്. എത്രയും പെട്ടെന്ന് അയാളെ പൂട്ടേണ്ടിയിരിക്കുന്നു. തന്നോട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. എത്രയോ തവണ തല്ലിയിട്ടുമുണ്ട്. അതൊന്നും മദ്യത്തിന്റെ പിൻബലത്തിലായിരുന്നില്ലടോ. തന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് പലവട്ടം. അതൊന്നും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നില്ല.